നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോയാണ്. കുഞ്ഞാണെങ്കിലും വലിയ സാധനം അത്. ബ്ലൗസ് ആട്ടോ, റെഡിമെയ്ഡ് ബ്ലൗസ്. ഞാൻ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ഈ ബ്ലൗസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത്. ഇതാണ് ബ്ലൗസ്. കണ്ട, ബുട്ടാസുള്ള ബ്ലൗസ്, അടിപൊളിയായിട്ടുള്ള ബ്ലൗസ്, ഹാൻഡ് വർക്കുള്ള ബ്ലൗസ്. ഇതുണ്ടല്ലോ സൈസ് സ്ക്രീനിൽ ഇപ്പം ഞാൻ ചെറിയ സൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണോ എനിക്ക് കയറാത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസിൻ്റെ അതാണ് സൈസ്. സ്ക്രീനിൽ ഇപ്പം അപ് ടു XXL എന്നാണെങ്കിൽ XXL വരെയുള്ള ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ നിറച്ചും വർക്ക് ചെയ്ത ബ്ലൗസ് ആയതുകൊണ്ട് ഇതിന് ഓവറായിട്ട് സ്ട്രെച്ച് വരത്തില്ല. അതുകൊണ്ട് കൈക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കൈക്കോ ഉടലിനോ കുറച്ച് വണ്ണം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ വാങ്ങിക്കാതിരിക്കുക. അന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്. കാരണം ഇതിന് റിട്ടേണും എക്സ്ചേഞ്ച് റീഫണ്ടും ഒന്നുമില്ല. എൻ്റെ സൈസ് ലാർജാ, ഇത് XXL, അപ് ടു XXL വരെയുള്ളതാണ്. പക്ഷേ എനിക്കിത് കയറുന്നുണ്ട്. ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ മണ്ടയിൽ കൂടി ആയതുകൊണ്ടാണ് ഒരു ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുന്നത്. പക്ഷെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് ബ്ലൗസൊക്കെ എടുത്തിട്ടതാണ്. അതുകൊണ്ട് വർക്ക് ചെയ്ത ബ്ലൗസുകൾ എടുക്കുമ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളുക, ഒത്തിരി സ്ട്രെച്ച് ആകത്തില്ല. നിങ്ങളുടെ സൈസിനെ കഴിയും കൂടുതൽ ഒത്തിരി സ്ട്രെച്ച് ആകത്തില്ല. അത് നോക്കി വേണം വാങ്ങിക്കാൻ. നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൗസാണ് ഇത് കേട്ടോ. എൻ്റെ ബോഡി ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടാത്തൊന്നും കുഞ്ഞു ബ്ലൗസ് എന്ത് ഇത്രയൊക്കെ സ്ട്രെച്ച് ആകും കേട്ടോ. ബോഡിയിൽ ഇങ്ങനെ മുട്ടായ ചെറിയൊരു സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കൈ മാത്രം വെച്ചുള്ള വീഡിയോ കാണിച്ചു തരാം. അടുത്തത് ഇതേ ബ്ലാക്ക്. ഞാൻ കൈ ഒത്തിരി കയറ്റുന്നില്ല കേട്ടോ. ഇത്രയും ഇറക്കമില്ല കൈക്ക്. കൈ ഇപ്പം എൽബോയ്ക്ക് മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇവിടം വരെ വരുള്ളേ. ഞാൻ കയറ്റാത്ത ഒത്തിരി. ഇതാ കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇതാ കറക്റ്റായിട്ട് നിൽക്കുന്നത്. ബ്ലാക്കിൽ കൂടെ മൾട്ടി കളേഴ്സാണ്. ഇങ്ങനത്തെ ബ്ലൗസ് ഡിസൈനർ ബ്ലൗസ് ആയിട്ട് ഇറങ്ങുന്ന ബ്ലൗസിനൊക്കെ നമ്മൾ കോട്ടണിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എത്രയോ റേറ്റാണ് അല്ലേ? അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ ഈ പഞ്ചാബി സ്റ്റൈല്, ഗുജറാത്തി സ്റ്റൈലൊക്കെ ഡ്രസ്സുകൾ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ വർക്കുകളാണ്. മൾട്ടി കളർ ഇങ്ങനെ കൂടുതലും ഈ പിങ്കിനും പച്ചയ്ക്കും മജന്തയ്ക്കും ഒക്കെ കൂടുതൽ ഇത് കൊടുക്കുന്ന ബ്ലൗസുകളാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കയ്യെ ഫുള്ള് കയറ്റുന്നില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ചുരിദാർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് കയറ്റലൊരു ഉദ്യമം തന്നെയാണ്. നേവി ബ്ലൂ. ബോഡിക്കും ആ ഒരു ബൂട്ടാസ് ഉണ്ട്. ഒലീവ് ഗ്രീൻ. കളറൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ഡ്രസ്സിൻ്റെ എന്ന് വിചാരിച്ച് കളർ നോക്കരുത്. നിങ്ങൾ ബ്ലൗസ് എടുക്കുക, എന്നിട്ട് അതിന് ചേരുന്ന സാരീസ് അങ്ങനെ ഡിസൈൻ ചെയ്തിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിന് ചേരുന്ന സാരീസിനെ സെറ്റ് ചെയ്യുക. പ്ലെയിൻ സാരിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തോ അല്ലെങ്കിൽ ഉള്ള സാരി, ചിലർക്കൊക്കെ ഉള്ള സാരിയുടെ മതി. വൈൻ എന്തായാലും നല്ലതാണ്. ചിക്കു അല്ലെങ്കിൽ ഡാർക്ക് സാൻഡൽ, ഒരു യെല്ലോവിഷ് ഷെയ്ഡ്. ചില കളറേൽ ഭയങ്കരമായിട്ട് അവർക്ക് നല്ല എടുത്ത് കാണാം. പിന്നെ ഇതിൻ്റെ പ്ലെയിനേൽ വന്നിട്ടുണ്ടായിരുന്നു, അത് ഇല്ലിപ്പം. മീൻസ് ബോഡിയിലൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് മാത്രം, കയ്യെ മാത്രം വർക്കുമായിട്ട് അതില്ല. ഗ്രീൻ. ഇത് അപ്പം അപ് ടു XXL എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറയുക. സ്ക്രീനിലുണ്ട്, നിങ്ങൾ കാണുമ്പോൾ സ്ക്രീനിലുണ്ട്. അപ്പോൾ അത് സൈസ് വരെ ഉള്ളത്. ഇപ്പം വേണമെങ്കിൽ അവനവൻ്റെ സൈസിനെ കഴിഞ്ഞ് ഇപ്പോൾ XXLകാർ വരെയുള്ളവർ വേണമെങ്കിൽ വണ്ണം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ XXLകാർക്ക് ഇപ്പം തോന്നുക എൻ്റെ ഇപ്പോൾ XXL സൈസാണ്, എനിക്ക് ഇച്ചിരി എൻ്റെ കൈക്ക് ഇച്ചിരി വണ്ണം കൂടുതൽ, അല്ലെങ്കിൽ എൻ്റെ ചെസ്റ്റ് പോർഷൻ ഇച്ചിരി വണ്ണം കൂടുതൽ, എങ്ങനെ ഇറങ്ങാൻ പാടാ, അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത്. അങ്ങനെയല്ലാത്തവരും എടുത്തോ. കാരണം ഇത് ഇങ്ങനെ വർക്ക് ചെയ്ത ബ്ലൗസ് ആയതുകൊണ്ട് സ്ട്രെച്ച് ഓവർ ആകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടെ അത് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല സൂപ്പർ ബ്ലൗസാണ്. ഇടാൻ നല്ല കംഫർട്ടാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇവിടെ വന്നിട്ട് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ച് ഇറക്കി ഇടണം. അങ്ങനെയും കൂടെയൊക്കെ ചെയ്യണം. സ്ട്രെച്ചബിൾ ബ്ലൗസിന് അങ്ങനെ ഇടണം. അല്ലാതെ നമ്മുടെ മറ്റ് ബ്ലൗസ് ഇടുന്ന പോലെ ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ചില്ലേ, വരുന്ന തിങ്കളാഴ്ച തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന നാളെയോ ഇന്നോ, മീൻസ് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പോൾ വരുന്ന ചൊവ്വാഴ്ച തൊട്ട് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എല്ലാ ഓർഡറും എടുത്തതിന് ശേഷം ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ.
6-ാം തീയതി തൊട്ട് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, ഈ ബ്ലൗസുകൾക്ക് നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അജർക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ ബ്ലൗസുകളും വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ, ബാലൻസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. താങ്ക് യു.